CPM തീർന്നാലും തീർന്നില്ലെങ്കിലും ഈ ശബരിമല അയ്യപ്പൻ CPM-നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ അയ്യപ്പ സംഗമോ അല്ലെങ്കിൽ ഭജന നടത്തിയിട്ടൊന്നും കാര്യമില്ല. കാരണം അത്ര വലിയ കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ ഈ സ്വർണം വിറ്റ് അതിൻ്റെ ഫണ്ട് കൊണ്ട് പാർട്ടി ഓഫീസ് പണിതു എന്നുവരെ പറയാതെ പറഞ്ഞിരിക്കുന്നു പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാറിന് ഇനി തൊടില്ല. പത്മകുമാർ ഒരു കാര്യം പറഞ്ഞു, അതിന് മറുപടി ഞാൻ മാത്രമല്ല ദൈവതുല്യരായ ആളുകളുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അതോടുകൂടി വളരെ വലുതായി. ഈ ദൈവതുല്യർ ശബരിമല അയ്യപ്പൻ തന്നെയാണോ എന്നറിയില്ല. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യർ ദൈവതുല്യരായിട്ടുള്ള ആരെങ്കിലും ആണോ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും ആണോ എന്നറിയില്ല. അപ്പം അത് പലരുടെ പേരുകളിൽ വന്നു. അന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പേരുകൾ അതിൽ പലരും പരാമർശിച്ചു. നമുക്കറിയില്ല കിട്ടിയിട്ടുണ്ട്. മുറുകയാണെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രശാന്തിനെ സംരക്ഷിക്കേണ്ടി വരും, വാസുവിനെ സംരക്ഷിക്കേണ്ടി വരും. പിന്നെ എല്ലാവരും സംരക്ഷിച്ച് കഴിയുമ്പോൾ പാർട്ടി ഉണ്ടാവില്ല. സംരക്ഷകരുണ്ടാവും, പക്ഷെ പാർട്ടി ഉണ്ടാവില്ല. ഇത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. LDFന്റെ പരാജയത്തിന്റെ കാരണത്തിൽ പ്രധാനമായി പറയേണ്ടത് ശബരിമല തന്നെയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആദ്യം വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. തൊട്ടു പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വരുന്നു. പത്മകുമാറിനെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാകുന്നില്ല. എന്നാൽ നിരന്തരമായി പത്മകുമാറിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് സംസാരമുണ്ടാകുന്നു. പത്മകുമാറിനെ ചേർത്ത് നിർത്തുന്ന നിലപാട് ശരിയല്ല എന്ന് ഒരു നിലപാട് പാർട്ടി എടുക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പത്മകുമാറിനെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ആദ്യ വെടി പത്മകുമാർ പൊട്ടിച്ചു. സ്ത്രീ പ്രവേശന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പത്മകുമാറിന് CPM-ന് ഭയമാണെന്നത് അടുത്ത ദിവസം പത്മകുമാറിനെ സസ്പെൻഡ് മാത്രമാണ് ചെയ്തത്. പത്മകുമാറിന് CPM-ന് ഭയമാണ്. ഉന്നതന്റെ പേര് പത്മകുമാർ പറയുമോ എന്നുള്ള ഭയം CPM-നെ അലട്ടുന്നുണ്ട്. മറുവശത്ത് കേസ് മുന്നോട്ട് പോകുമ്പോൾ PS പ്രശാന്ത് പ്രതിപട്ടികയിൽ വരുന്നു. അല്ലെങ്കിൽ PS പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്തിരുന്നു, പക്ഷെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോ PS പ്രശാന്ത് പ്രതിപട്ടികയിൽ വരികയാണെങ്കിൽ അതോടുകൂടി CPM തീർന്നു എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, CPM തീർന്നാലും തീർന്നില്ലെങ്കിലും ഈ ശബരിമല അയ്യപ്പൻ CPM-നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ അയ്യപ്പ സംഗമോ അല്ലെങ്കിൽ ഭജന നടത്തിയിട്ടൊന്നും കാര്യമില്ല. കാരണം അത്ര വലിയ കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. അത് ഇടതുപക്ഷ ഭരണത്തിലാണ് 2018 മുതൽ 25 വരെ നിരന്തരമായി പലതരത്തിൽ, ഇപ്പോൾ സ്വർണ്ണക്കൊള്ള മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവിടെ ബാക്കി പല അരവണക്കൊള്ളയും പല കൊള്ളകളോ നെയ്കൊള്ളയും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ വേറെ വരും. അയ്യപ്പ സംഗമം നടക്കുന്ന കാലത്ത് ഇവർ പറഞ്ഞൊരു കാര്യം, അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കുറയ്ക്കാൻ ചില ചാനലുകൾ പുറത്തുവിട്ട ഒരു വാർത്ത മാത്രമാണ് സ്വർണ്ണക്കൊള്ള പറ്റിയുള്ള ഒരു ചെറിയ വിവാദം. അന്ന് ചെറിയ വിവാദമാണ്. വാസവനൊക്കെ പറഞ്ഞതാ. അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാലും വെള്ളാപ്പള്ളിയും ഒക്കെ തന്നെയായിരുന്നു ശോഭ. യോഗി ആദിത്യനാഥിൻ്റെ കത്തായിരുന്നു വലിയ ശോഭ. എന്തായാലും അയ്യപ്പ സംഗമം കഴിഞ്ഞോടുകൂടി പിണറായി സർക്കാരിൻ്റെ ഏതാണ്ട് മരണമണി മുഴങ്ങുന്ന തരത്തിൽ ഈ കേസുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആ സർക്കാരിൻ്റെ കാലത്ത്, അവരുടെ ബോർഡിൻ്റെ കാലത്ത് നടന്ന വലിയ കൊള്ളയാണ് പുറത്തു വന്നത്. നമുക്കറിയാം. വാസുവും പത്മകുമാറും മറ്റാളുകളും ഒക്കെ ജയിലിലായി. അത് കഴിഞ്ഞ് അപ്പം തന്നെ വന്ന വേറൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിലേക്ക് നയിച്ച ആദ്യത്തെ കേസ് ഇതൊന്നുമല്ല. 2025 ഈ വാതിൽപ്പാളിയും ദ്വാരപാലക ശില്പമൊക്കെ വീണ്ടും സ്വർണം പെയിൻ്റ് അടിക്കാൻ പുറത്തേക്ക് കൊടുത്തുവിട്ടു എന്നതാണ്. അത് കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വഴി തന്നെയാണ്. പോറ്റിയാണ് സ്പോൺസറാണെന്ന്. അപ്പോൾ അത് തെറ്റാണ് എന്ന് പിന്നെ പറഞ്ഞു. അതൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. പക്ഷെ അത് മിസ്റ്റേക്ക് അല്ലായിരുന്നു എന്ന് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നു. എന്തിനാ അങ്ങനെ അയച്ചത്? 2018 ചെയ്ത സ്വർണ്ണപ്പാളി, അതിലെ കൊള്ള, അതിൻ്റെ നിറം മങ്ങി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അത് മറച്ചു പിടിക്കാനാണ് 2025 വീണ്ടും ഇത് കൊടുത്തത് എന്ന് SIT കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ പ്രശാന്ത് ഇപ്പം അല്ല, പ്രശാന്ത് ഒഴിഞ്ഞു. ഇപ്പോൾ ഉള്ള ഒരു സന്തോഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ്. LDFന്റെ ഇപ്പോഴും തുടരുന്ന ഒരു മെമ്പറുണ്ട്. കാരണം അവർ 3 വർഷം കഴിഞ്ഞിട്ട് മാറുള്ളൂ. ജയകുമാർ സാറിനൊപ്പം അദ്ദേഹവും ഇനി ജയിലിൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ പറ്റിയാണ് ഈ കഴിഞ്ഞ ദിവസം വലിയ വിവാദം വന്നത്. അവിടുത്തെ ചില നിയമനങ്ങളും മാറ്റങ്ങളും സംബന്ധിച്ച്, പ്രൊമോഷനൊക്കെ സംബന്ധിച്ച് ജയകുമാർ സാറിട്ട ഉത്തരവ് മന്ത്രി എതിർക്കുകയും മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച്, കാരണം കൊള്ളയിൽ പങ്കുള്ള ആളുകൾക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തു. അതിനെതിരെ കൃത്യമായി അഭിപ്രായം വരികയും അത് മാറ്റുകയും ചെയ്തു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഇപ്പോഴുള്ള മെമ്പറാണെന്ന് പറയുന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ.
പത്മകുമാറിനെ തൊടാൻ ധൈര്യമില്ല എന്ന് CPM പറഞ്ഞു കഴിഞ്ഞു. കാരണം ദൈവതുല്യൻ എന്ന് പറഞ്ഞ ആരാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അയ്യപ്പ സംഗമത്തിൻ്റെ അല്ലാതെ ഈ മറ്റേ സ്വർണ്ണപ്പാളിയുടെ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ പത്മകുമാറിന് അറിയാം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പത്മകുമാർ തുറന്ന് നിലപാട് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ ചെമ്പ് ഞാനല്ല ചെമ്പ് സ്വർണ്ണാക്കിയത് ഞാനല്ല, അത് വേറെ ചില ആളുകളാണ് എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ സ്വർണം വിറ്റ് അതിൻ്റെ ഫണ്ട് കൊണ്ട് പാർട്ടി ഓഫീസ് പണിതു എന്നുവരെ പറയാതെ പറഞ്ഞിരിക്കുന്നു പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാറിന് ഇനി തൊടില്ല. പത്മകുമാറിനെ തലോടി നിർത്തുകയുള്ളൂ. എന്നാ ചെയ്തില്ല എന്ന് വെച്ചാൽ ചെയ്തു സസ്പെൻഷൻ, എന്നാൽ സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ സസ്പെൻഡ് ചെയ്തിട്ടില്ല. പത്മകുമാറിന്റെ പാർട്ടിക്ക് സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ടത് ഇപ്പോഴല്ലല്ലോ. ജയിലിൽ പോകുമ്പോൾ സസ്പെൻഡ് ചെയ്യണം. അത് സസ്പെൻഡ് നമുക്ക് മനസ്സിലാവും. ഇയാൾ ജയിലിൽ പോകുന്ന വഴിക്ക് അപ്പം സസ്പെൻഡ് ചെയ്യണം. അപ്പം സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു. അന്വേഷണം കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് സ്വർണം കൊള്ളയിൽ അല്ലെങ്കിൽ ശബരിമല അയ്യന്റെ സ്വർണം കെട്ട കേസിലെ പ്രതികൾക്കൊന്നും മറുപടി പറയേണ്ട ആവശ്യം പാർട്ടിക്കോ എനിക്കോ ഇല്ല. അല്ല, അതാ പറഞ്ഞു. പക്ഷേ പത്മകുമാർ ഒരു കാര്യം പറഞ്ഞു, അതിന് മറുപടി ഞാൻ മാത്രമല്ല ദൈവതുല്യരായ ആളുകളുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അതോടുകൂടി വളരെ വലുതായി. ഈ ദൈവതുല്യർ ശബരിമല അയ്യപ്പൻ തന്നെയാണോ എന്നറിയില്ല. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവതുല്യരായിട്ടുള്ള ആരെങ്കിലും ആണോ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും ആണോ എന്നറിയില്ല. അപ്പൊ അത് പലരുടെ പേരുകളിൽ വന്നു. അന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പേരുകൾ അതിൽ പലരും പരാമർശിച്ചു. നമുക്കറിയില്ല കിട്ടിയിട്ടുണ്ടോ. എന്തായാലും സ്വർണം വിറ്റ കാശ് കൊണ്ട് പാർട്ടി ഓഫീസ് പണിതു എന്ന് വരെ ആരോപണം എത്തിയപ്പോൾ പത്മകുമാറിനെ ചേർത്ത് പിടിച്ചു. വീണ്ടും അന്ന് ചേർത്ത് പിടിച്ചതുപോലെ അന്ന് പറഞ്ഞ എന്താ, ചാർജ് ഷീറ്റ് വന്നിട്ട് നടപടി എടുക്കുന്നു. ഇപ്പൊ ചാർജ് ഷീറ്റ് വന്നിട്ടില്ലല്ലോ, പിന്നെ നടപടി എടുത്ത് അപ്പം ചാർജ് ഷീറ്റ് വന്നിട്ട് എടുത്താൽ മതി, അതുവരെ എടുത്തൂടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ എല്ലാ പ്രദേശത്തു നിന്നും അതിശക്തമായതൊന്നും ഏറ്റവും ഒടുവിൽ P. രാജീവ് വരെ പറഞ്ഞു ഇത് ഇയാളെ പുറത്താക്കാതിരുന്നത് നടപടി എടുക്കാതിരുന്നത് ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഇപ്പോൾ അത് മനസ്സിലായി. പക്ഷെ പുറത്താക്കാൻ പറ്റുമോ? പുറത്താക്കിയാൽ അയാൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അയാൾ ആത്മഹത്യ പുറത്തു വരികയൊക്കെ ചെയ്താൽ അത് വീണ്ടും പാർട്ടിക്ക് പ്രശ്നമാണ്. പക്ഷെ ഇപ്പം അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. സർക്കാരിൻ്റെ ഒന്നാമത്തെ ദേവസ്വം ബോർഡ് മാത്രമല്ല, രണ്ടാം ദേവസ്വം ബോർഡും പ്രതിയാവുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിൽ തന്ത്രിക്ക് വരെ പങ്കുണ്ട് എന്ന് ഇത് പറയുന്നു, ഈ ഗൂഢാലോചനയിലും ഈ ഇത് കൊണ്ടുപോയതിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേസ് കൂടുതൽ മുറുകാനാണ് സാധ്യത. മുറുകയാണെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രശാന്തിനെ സംരക്ഷിക്കേണ്ടി വരും, വാസുവിനെ സംരക്ഷിക്കേണ്ടി വരും. പിന്നെ എല്ലാവരും സംരക്ഷിച്ച് കഴിയുമ്പോൾ പാർട്ടി ഉണ്ടാവില്ല. സംരക്ഷകരുണ്ടാവും, പക്ഷെ പാർട്ടി ഉണ്ടാവില്ല. ഇത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം നിൽക്കുന്നത്.